Welcome to the fifth day of EFT basic course. And just I wanted to know what is your emotion right now in the morning? Quick typing. Happy. Very good. Everyone. Happy. So happy. Everyone is happy. I'm so happy to see that happiness. Okay. Good job. Now everyone close your eyes. Take a deep breath in. Hold it for a moment. എൻ്റെ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സുന്ദരമായ സ്ഥലത്ത് നമ്മളെല്ലാവരും കൂടി പോയി ഒരു വൺ ഡേ പിക്നിക് ആണെന്ന് വിചാരിച്ചോളൂ. വി ആർ ജസ്റ്റ് ഹോൾഡിങ് അവർ ഹാൻഡ്സ് ആൻഡ് വി ആർ സിറ്റിംഗ് ആൻഡ് എൻജോയിങ് ദിസ് ബ്രീസ്. നല്ല കാലാവസ്ഥ. ഡിസംബർ കാലാവസ്ഥ. ഏർലി മോർണിംഗ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥ പറഞ്ഞുകൊണ്ടും ഈ സ്ഥലത്തെ ആസ്വദിക്കണം. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ തല തൊട്ട് കാല് വരെ നമ്മൾ റിലാക്സ്ഡ് ആണ്. വി ആർ വെരി റിലാക്സ്ഡ്. വി ആർ വെരി ഹാപ്പി. വി ആർ വെരി കണ്ടന്റ്. Take a deep breath in. Hold it for a moment. Slowly exhale. അങ്ങനെ നമ്മൾ ഡെപ്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കയ്യൊപ്പിട്ട, നമ്മളെ സഹായിച്ച, നമ്മളെ സന്തോഷിപ്പിച്ച, നമ്മളെ ടേക്ക് കെയർ ചെയ്ത ഒരുപാട് ആൾക്കാരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരണം. അവരോരോരുത്തർക്കും നന്ദി. May they be blessed if they are alive. If they are not alive, അവർ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ may they be blessed in heaven. അവരുടെ ഖബറിടം, അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും ഒരുപാട് ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കുറേ പേരുടെ ജീവിതത്തിൽ കയ്യൊപ്പിട്ടിട്ടുണ്ടാവും. അവരൊന്ന് തലോടി, അവരൊന്ന് ആശ്വസിപ്പിച്ച്, അവർക്ക് അന്ന് എന്താണോ ആവശ്യമുണ്ടായിരുന്നത് അത് ചെയ്തു കൊടുത്ത്, അങ്ങനെ ഗീവ് ആൻഡ് ടേക്കാണ് സൊസൈറ്റി എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത്. അത് നമ്മളിൽ നിന്ന്, നമ്മുടെ ഫാമിലിയിൽ നിന്ന്, നമ്മുടെ നാടിൽ നിന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ വളർന്നു പോകുന്ന ഈ ലോകത്തേക്ക്, ഈ യൂണിവേഴ്സിലേക്ക് ദിവസം ഒരു പ്രാർത്ഥനയെങ്കിലും യൂണിവേഴ്സിന് വേണ്ടി ചെയ്യണം. യൂണിവേഴ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, ഇവിടെയുള്ള ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, മനുഷ്യരുടേത് മാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും പറവകളുടെയും. നമുക്ക് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ബ്യൂട്ടിഫുൾ നേച്ചർ, especially we Malayalis, we are blessed with that. That's the reason our Kerala is called the God's own country. Unless and until നിങ്ങൾ മറ്റൊരു രാജ്യത്തിൽ, മറ്റൊരു സ്റ്റേറ്റിൽ പോവാതെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. യു ഗോ ടു നോർത്ത് ഇന്ത്യ, യു ഗോ ടു ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പ്ലേസസ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് why our Kerala is known as God's own country. ഒരുപാട് പുഴകൾ, ഒരുപാട് കടൽ തീരങ്ങൾ, മലകൾ, മണ്ണ്, വ്യത്യസ്തമായ മണ്ണിൻ്റെ നിറങ്ങൾ.
വ്യത്യസ്തമായ വെള്ളത്തിൻ്റെ നിറങ്ങൾ, സുന്ദരമായ നമ്മുടെ നെൽകൃഷി, തോട്, അരുവികൾ, അതിലെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം, ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഓടുന്നത് ഒക്കെ മനസ്സിന് സമാധാനം തരുന്നത്. വൃത്തി, ഹൈജീൻ, ഓരോരുത്തരും കുളിച്ച് പൊട്ടും തൊട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയും കഴിഞ്ഞ് പോകുന്നത്. രാവിലെ നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മദ്രസകൾ വിട്ടിട്ട് കുട്ടികൾ പർദ്ദയും കിതാബും ഒക്കെ പിടിച്ച് പോകുന്നത്. കണ്ണിന് കുളിർമ തരുന്ന ഒരുപാട് കാഴ്ചകൾ. അമ്പലങ്ങളും ചർച്ചുകളും പള്ളികളും ഒന്നിച്ചിട്ടാണെങ്കിലും മതസൗഹൃദം. ഒരു വീട്ടിലെ വിഷമത്തിലും ഒരു വീട്ടിലെ സന്തോഷത്തിലും നമ്മൾ പരസ്പരം പങ്കെടുക്കുന്നത്, നമ്മുടെ വീടായി കരുതിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ തനിമയാണത്. We are very grateful to be born in Kerala. Even though we are staying in different countries and we are in this online platform, connected from different countries, but yes, end of the day, we are Keralites, Malayalis. That's our strength. ഒരു മലയാളിയെ മറ്റൊരു മലയാളി കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, നാട്ടിലെവിടെയാണെന്നുള്ള ചോദ്യം കൊണ്ട് തുടക്കുന്ന കോൺവെർസേഷൻ. We are blessed. തല തൊട്ട് കാല് വരെ കംപ്ലീറ്റ് നമ്മൾ റിലാക്സ് ആവുകയാണ്. How much we are blessed. How much we are blessed with people, surroundings, sources. Just feel it. നമുക്കുള്ള സ്വാതന്ത്ര്യം. A democratic country. Unity in diversity is our mantra. Our rights and freedoms. Freedom to express. Be thankful for everything. Be thankful for the country where we are in right now. ഏത് കൺട്രിയിൽ ഇരുന്നിട്ടാണ് നമ്മളിപ്പം ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും be thankful for that too. We are safe, we are secured, we are alive. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതേത് ഗവൺമെൻറ് ആയാലും they are doing their best. Just relax. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ആസ് എ ഹ്യൂമൻ ബീങ്? What do we have to do? What is our responsibility? What signature I have to leave? What benchmark I have to leave before I close my eyes? Think about it. Think about it every day. നമുക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനും ബാധ്യസ്ഥരാണ്. ഇറ്റ്സ് ഗിവ് ആൻഡ് ടേക്ക്. When we are taking it, we are supposed to give. So what do you want to give to the society? What? Think about it. നല്ല പോലെ ആഴത്തിലേക്ക് പോയിട്ട് നമ്മളെ സഹായിച്ച നമുക്കതിനുള്ളൊരു അവസരം തന്ന സൃഷ്ടാവിനോട് നന്ദി പറയുക. എന്തെല്ലാം കാര്യങ്ങളിലാണ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് മനസ്സുകൊണ്ട് ഓർക്കുക, അതിനൊക്കെ നന്ദി പറയുക. ഇനി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് തിരിച്ചറിയുക. Let's start this beautiful day with thank you, God, not. Thank you, God. Thank you for blessing me this life. Thank you for making me what I am today. Bless us more and more so that unitedly we do many more things, good things to us, to family, and to the society too. Thank you. Thank you. Thank you. Take a deep breath in. Hold it for a moment. Slowly exhale. Take a deep breath in. Hold it for a moment. Slowly exhale. We are coming back to the awareness of our body.
നമ്മുടെ ബോഡി അവയർനെസ്സിലേക്ക് തിരിച്ചു വരുന്നു. 1 എന്ന് പറയുമ്പം ഓരോ ഓർഗാൻസിനോടും നന്ദി പറഞ്ഞുകൊണ്ട്, അത് നമുക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ ബോഡി അവയർനെസ്സിലേക്ക് വരിക. നമ്മുടെ ചുറ്റുമുള്ള വെതർ, ടെമ്പറേച്ചർ, നമ്മളിരിക്കുന്ന സ്ഥലം, നമ്മുടെ ഇരിപ്പിടം ഒക്കെ ഫീൽ ചെയ്യുക. ബോഡിയെ ഫീൽ ചെയ്യുക. തല തൊട്ട് കാല് വരെ ഫീൽ ചെയ്യുക. 2 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഷേക്ക് യുവർ ഹാൻഡ്സ്, ഷേക്ക് യുവർ ലെഗ്സ് slowly, gently, with love. 3, rub your palm, up your eyes. Feel the depth of love you have for yourself. Yes, I love myself. I value myself. I think and act positively. Thank you, God, for blessing me one more beautiful, pleasant day in my life. ആ എനർജി ശരീരം മുഴുവനും സ്പ്രെഡ് ചെയ്യുക. Take a deep breath in. Breathe out. Relax. Relax. പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്ക്. ജസ്റ്റ് റിലാക്സ് ചെയ്. അവനവനിലേക്ക് ഇറങ്ങ്. പെന്നും പേപ്പറും മുന്നിൽ വെക്കുക. ആൻഡ് റൈറ്റ് വാട്ട് ആം ഐ ഗ്രേറ്റ്ഫുൾ ഫോർ. ഞാൻ എന്തിനോടാണ് നന്ദി കാണിക്കേണ്ടത്? മിനിമം 5, മാക്സിമം എത്ര വേണ്ടെങ്കിലും. Continue. Every day you continue that. It's a gratitude journey. Delisha, എന്താ എഴുതിയത്? What do you wanted to share? Everyone, please share. Yes, Reshma. എഴുതി 5 വായിക്കാം. Hmm. I am grateful for I am being healthy, and I am grateful for a beautiful morning, and I am grateful for attending today's session. I am grateful for a good family, and I am grateful for handling my emotions. Oh, Reshma, excellent. Excellent. You covered everything. I think most of them have covered 2 to 3 points in that same way, and 2 points might be changing in everyone. Am I right? Am I right? Alle? Saji, you wanted to share, my dear? Unmute. പറഞ്ഞോ. എനിക്ക് ഇപ്പോൾ ഉള്ള എല്ലാ അനുഗ്രഹം തന്നതിന് ഫസ്റ്റ് തന്നെ ഞാൻ അതിനോട് നന്ദി പറഞ്ഞു. പിന്നെ എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സഹോദരന്മാര്, എൻ്റെ ലൈഫ് പാർട്ട്ണർ, എൻ്റെ മക്കള്, എനിക്കിപ്പോൾ ഉള്ള ഈ ഒരു എന്താ പറയണ്ട സമാധാനം, സന്തോഷമുള്ള നിമിഷം കിട്ടിയതിന്, പിന്നെ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിന് അൽഹംദുലില്ലാ. Alhamdulillah. The tight hug, Saji. സാജി ഇങ്ങനെ എമോഷണൽ ആവാറില്ല. അൽഹംദുലില്ലാ. ഞാൻ ഇന്നലെ പോലും ഞാനിങ്ങനെ മോനോട് ഇന്നലെ രാത്രി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറയുകയായിരുന്നു, മോനെ, ഹൗ ബ്ലെസ്ഡ് വി ആർ, ഹൗ ബ്ലെസ്ഡ്. പഠിച്ചോനെ എത്ര ശുക്ർ ചെയ്താലും പോരാ. ഈ ഒരു ജീവിതം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കൊരു വാഹനമുണ്ട് എങ്കിൽ, നമുക്കൊന്ന് പോകാനും വരാനുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലീവ് എവറിത്തിങ്, നമ്മളെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, Alhamdulillah. Thank you, God. Thank you for blessing that. So let us start our today's session and not spend more time on it. Come back, my dears. I'm very happy when we are grateful, we are emotional. That shows അത് കാണിക്കുന്നുണ്ട് എന്തെന്ന്, നമ്മൾ how we are connected to the Almighty. നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ എങ്ങനെ കണക്റ്റഡ് ആണ്, നമ്മുടെ എമോഷൻസ് സൃഷ്ടാവിനോട് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കാണിക്കുന്നേ അത്. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ഈ വേഗം നോട്ട് ചെയ്യുക.
നമ്മളിപ്പം ഗ്രൂപ്പിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യണം. ഹോപ്പ് യു ഓൾ ക്യാൻ സീ ദ സ്ക്രീൻ. ഐഡൻറ്റിഫൈ ദി തോട്ട്സ്. ഓക്കെ, വാട്ട് ടാസ്ക് ആം ഐ അവോയ്ഡിങ്? നമ്മളെ ടോപ്പിക്ക് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. അതിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം തോട്ട്സ്. വാട്ട് ടാസ്ക് ആം ഐ അവോയ്ഡിങ്? വാട്ട് തോട്ട് കംസ് ടു മൈൻഡ്? ഹൗ ഡസ് ദാറ്റ് തോട്ട് മേക്ക് മീ ഫീൽ? വാട്ട് ഡു ഐ ഡു ഇൻസ്റ്റെഡ്? കുറച്ചൊരു എന്താ ഈ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചാൽ സിമ്പിളാണ്, പക്ഷെ അതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ ഒരുപാട് സഹായിക്കും. നമ്മൾ തോട്ട്സിൻ്റെ സർജറി ചെയ്യുകയാണ്. വാട്ട് ടാസ്ക് ആം ഐ ഡൂയിങ്? ഞാനിപ്പോൾ എന്ത് ടാസ്ക്കാണ് ചെയ്യുന്നത്? വാട്ട് തോട്ട് കംസ് ടു മൈ മൈൻഡ്? ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്? ഹൗ ഡസ് ദറ്റ് തോട്ട് മേക്ക് മീ ഫീൽ? ആ തോട്ട് മനസ്സിൽ ഇപ്പം വന്നല്ലോ, ഒരു പണിയെടുക്കുന്ന സമയത്ത് ഒരു തോട്ട് വന്നു മനസ്സിൽ. അത് വന്നപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണ്? വാട്ട് ഡു ഐ ഡു ഇൻസ്റ്റഡ്? അതിന് പകരം ഞാൻ എന്താ വേണ്ടുന്നത്? എന്ത് തോട്ടാണ് വരുന്നത്? മതി, ഇത് ചെയ്യണ്ട, എനിക്ക് മറ്റൊരു പണി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തോട്ടിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുന്നുണ്ടോ? ഈ ഒരു ടാസ്ക് എടുക്കേണ്ടത് ഏതാണെന്നറിയോ? നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത, നമ്മൾ കഴിഞ്ഞ ഇന്നലത്തെ ദിവസം നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ഒരു കാര്യം നിങ്ങൾ ചെയ്യാതെ നീട്ടി വെക്കുന്നത്, അതിൽ നിന്ന് മേജറായിട്ടുള്ളതൊന്നെടുക്ക്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യും. അന്നേരം നിങ്ങൾക്ക് ക്ലിയർ ആവും. മനസ്സിലായോ? സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സസൈസ് ചെയ്യണം, ഒരു 5 കിലോ വെയിറ്റ് ലൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വാട്ട് ടാസ്ക് ആം ഐ ഡൂയിങ്? അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനെപ്പോൾ ചിന്തിക്കുന്നേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചിന്തയാണ് വരുന്നത്? ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത് ചിന്തിക്കുന്ന സമയത്ത് എന്താ വരുന്നത്? മനസ്സൊക്കെ ക്ഷീണം പിടിക്കുന്നു. മതി, അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിന് പകരം എന്ത് ചെയ്യും? അതെന്തായാലും ചെയ്യാൻ പോകുന്നില്ല ഞാൻ, ഇതാ കുറച്ച് സമയം കൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇരിക്കട്ടെ, എക്സസൈസിൻ്റെ വീഡിയോസ് കാണട്ടെ. I fill my stomach by watching the videos. എന്താ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെ മാം പറഞ്ഞുകൊണ്ട് മറ്റേ റീഡ് ചെയ്യുന്നില്ലേ? റെഡി? സോ ഗോ ടു ദി ബ്രേക്ക്ഔട്ട് റൂം and do it quickly. Only 5 minutes. ചട്ടാപ്പട്ടാന്ന് പോണം, ചട്ടാപ്പട്ടാന്ന് ഇത് ഡിസ്കസ് ചെയ്യണം, തിരിച്ചു വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ മാത്രല്ല, എന്നെ പോലെ വേറെയും ആളുണ്ട്. That is the answer you got in. ഞാൻ അയക്കരുതായിരുന്നു ബ്രേക്ക്ഔട്ട് റൂമിലേക്ക്. ഈ ഒരു ധൈര്യം കിട്ടി. ഞാൻ മാത്രമല്ല എക്സസൈസ് ചെയ്യാത്തത്, ഇപ്പൊ കുറെ ആളുണ്ട്, അതുകൊണ്ട് ഞാനും കൂടി ഇരിക്കാം. അങ്ങനെയായോ? എല്ലാം കൂടി ഓപ്പോസിറ്റ് ആക്ഷൻ ആയോ? ഇല്ല, അതിൽ നിന്ന് ഓവർകം ചെയ്യണമെന്നുണ്ട് എന്തായാലും. ഇൻഷാല്ലാ, ദാറ്റ്സ് ദ റിസൾട്ട് വി വാണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒന്നും കൂടി ഒന്ന് വായിച്ചാട്ടെ. ഈസ് എനിബഡി റെഡി ടു റീഡ് ഇറ്റ്? എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളത്? Anybody ready to share with us? Quickly, we don't have time. ഞാൻ പറയട്ടെ. Yes, പറഞ്ഞു. എനിക്ക് അത് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത്, എനിക്ക് സൈക്കിള് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു വീഴുമോ എന്നുള്ള പേടിയുണ്ട്, അതിന്റെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. Exactly correct. That's a beautiful point which you have said. Okay, heading എഴുതുക, experiential exercise. ഓക്കെ, നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കൊട്ടേഷനിൽ എഴുതിക്കോ, എമോഷണൽ റൂട്ട്സ് ഫോർ ഡിലേ. There are many reasons why we are delaying, why we are not taking any action. ഒരു ആക്ഷൻ എടുക്കണം, എടുത്തേ മതിയാളും, വേറെ രക്ഷയില്ല. ഞാൻ സർവൈവ് ചെയ്യണ്ടിക്കില്ലേ, ഞാനൊന്ന് സന്തോഷിക്കണ്ടിക്കില്ലേ, ഞാനൊന്ന് സമാധാനത്തിൽ ജീവിക്കണ്ടിക്കില്ലേ, ഞാൻ ഒന്ന് ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഞാനായിട്ട് ജീവിക്കണ്ടിക്കില്ലേ, എനിക്ക് ഈ ബോൾഡ് സ്റ്റെപ്പ് എടുത്തേ മതിയാവുള്ളൂ. പക്ഷേ there are emotional roots which are stopping me. What are those? നിങ്ങൾ പറഞ്ഞ, ഇപ്പൊ ഷൈമ പറഞ്ഞ പോലെ ഫിയർ, ആങ്സൈറ്റി, എഴുതിയെടുത്തോളൂ, കൺഫ്യൂഷൻ, thinking about shame, fear, anxiety, confusion, shame, overwhelmed. ഒരുപാട് തോട്ട്സ് വരുന്നു, അതുകൊണ്ട് ഒരു തോട്ടിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. I am totally overwhelmed. ലോ കോൺഫിഡൻസ്, എനിക്ക് ആ സ്റ്റെപ്പ് എടുക്കാനുള്ള കോൺഫിഡൻസ് തന്നെ ഇല്ല.
ഇനി നിങ്ങളെ ആൻസർ വെച്ചിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്താട്ടെ. റെഡി? ക്വിക്കായിട്ട് കമ്പയർ ചെയ്യുക ആൻഡ് ലെറ്റ് മീ നോ ദ റിസൾട്ട്. തോട്ട്സിനെ പറ്റിയില്ല. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ തോട്ട്സ്. വാട്ട് procrastinating task am I avoiding? What thought comes to my mind? How does that thought make me feel? What do I do instead? അതാണ് ബ്രേക്ക്ഔട്ട് റൂമിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആൻസർ ആണ് നമുക്കത് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരു ടാസ്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ പിന്നാലെ ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. ഏതെങ്കിലും ഒന്നാവാം, അല്ലെങ്കിൽ എല്ലാം ആവാം. ഷെയിം ഫീൽ ചെയ്തിട്ട് ചെയ്താൽ തെറ്റിപ്പോവോ എന്നുള്ള ഫിയർ, അതുപോലെ തന്നെ ഷെയിമും. ഓവർവെൽംഡ്, ഒരുപാട്, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരുപാട് ഐഡിയാസ് കത്തും, പക്ഷെ ഏത് ഐഡിയ എടുക്കണം എന്നുള്ളൊരു ഓവർവെൽമിങ് അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് എമോഷൻസിലൂടെ കടന്നു പോകും. ഏതൊക്കെ എമോഷൻസാണ് എനിക്കുള്ളതെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഓവർവെൽമിങ് ആയിരിക്കും. ലോ കോൺഫിഡൻസ് ആയിരിക്കും. അയ്യോ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്യുന്നേയില്ല, ഇത് എനിക്ക് പറ്റിയതേ അല്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഞാൻ മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്തേരം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഏച്ചി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അഞ്ചത്തി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ പേര് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇത് വേറെ ആരെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പറ്റിയതല്ല. ലോ കോൺഫിഡൻസ്. ക്ലിയർ? ക്ലിയർ ആണോ? ഇത് വെച്ച് അനലൈസ് ചെയ്യുക. ഐ എം ഷെയറിംഗ് ദി PPT ഹിയർ. ഒന്നുമില്ല, മടിയാകും. മടിയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആൻസർ കിട്ടിയില്ലേ തിലിഷ്ത? ഇനി ആ മടിയെ ഓവർകം ചെയ്യാൻ എന്താ വേണ്ടത് നോക്ക്. റെഡി? ലെറ്റ് us work on this. Good, you answered it. How to overcome the habit of putting things off? മടി കൊണ്ടാവാം നമ്മൾ ഡിലേ ചെയ്തുകൊണ്ട് പോകുന്നത്. So understand why you're procrastinating. Get started even if you're not in the mood. എൻ്റെ മൂഡ് ശരിയില്ല, എൻ്റെ സാഹചര്യം ശരിയില്ല, എനിക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല, നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എവിടെയോ ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് വേദന ഉണ്ട്. റെഡി? സോ ഓക്കെ, മേക്ക് എ ലിസ്റ്റ് ഓർ പ്രയോറിറ്റൈസ്. റുഷ്ദ പറ, നിന്റെത് എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ ഉള്ളത്? വേഗം അൺമ്യൂട്ട്. എന്റെ frustration എന്ന് വെച്ചാല് പഠിക്കുന്ന കാര്യത്തിലാണ്. അതായത് പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കുന്നുണ്ട് മീൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ ക്ലാസ്സസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ യൂട്യൂബിലോ ക്ലാസ് റെഫറൻസ് ചെയ്ത് നമ്മളങ്ങനെ സ്വന്തം നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ ആ ടൈം വിചാരിക്കും ടൈം ഉണ്ടല്ലോ, എക്സാമിന്റെ ഇത് വന്നിട്ട് പഠിക്കാന്ന് വിചാരിക്കും. അങ്ങനെ അത് വന്ന വിചാരിക്കും 1 മാസം ടൈം ഉണ്ടല്ലോ ഇനി എക്സാമിനേക്ക്, ഇപ്പഴേ പഠിച്ചാ മറന്നു പോവല്ലോ. ആ ടൈം ഒരിക്കലും കൂടി പിന്നെ എല്ലാം ആദ്യം കൂടുതൽ പഠിക്കേണ്ടി വരൂലേ. അപ്പൊ ഞാൻ അപ്പത്തേക്ക് നേട്ടിവെക്കും. ഓക്കെ, ഇതേ സംഭവം ഇപ്പൊ അർഷി പറയുന്നെന്ന് വിചാരിച്ചു റുഷ്ദനോട്. അപ്പൊ അർഷിക്ക് എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക റുഷ്ദ? ഡെയിലി ക്ലാസ്സസ് അല്ലല്ല, put herself into your shoes. അവളും ഇതേപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. പക്ഷെ അവൾ തരുന്ന റീസൺസ് ഇതൊക്കെയാണ്. അപ്പൊ ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ഹർ? കുറച്ചായിട്ട് പഠിക്കാൻ, ഡെയിലി ഓരോ ടോപ്പിക് വെച്ച് പഠിക്കാൻ പറയും. പറയുമല്ലോ. പറയാൻ വായോടൊക്കെ പറഞ്ഞാ പോരാ. അതാണ് என்ன சொல்றேன் அப்படி சொன்னோம். பெட்ரோல் டைம் எடுக்கும்னு பாக்குறேன். വീഡിയോ ഇതിട്ട് മ്യൂട്ട് ചെയ്യണേ തെലിഷ്ത. റെഡി? സോ ഡു ദിസ്. ഞങ്ങളോട് പറയുമ്പോ നമ്മളെ തോട്ടം വെച്ചാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതല്ലേ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു വന്നത്, അവര് കുറച്ച് കഷ്ടപ്പെടട്ടേതാണ്. നമ്മൾ നമുക്കൊരു കുറച്ച് റെസ്റ്റ് എടുക്കാം, ആ ഒരു തോട്ട് വരും. അവര് കഷ്ടപ്പെട്ടെ, അവര് ചെയ്യട്ടെ, അവര് പഠിക്കട്ടെ, ദാറ്റ് തിങ്. മാം അതുപോലെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോ നമുക്ക് ഇറങ്ങി കിട്ടാനുള്ള ഒരു മടി. ഇപ്പൊ ജോബിൻ്റെതാണ് എന്റേത്, അപ്പൊ അതിൽ നിന്ന് ഇറങ്ങാനുള്ള. ആരാ ചോദിച്ചത്? സുഹൈമ. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ മാം ക്ലാസ്സിൽ പറഞ്ഞ ഒരു ക്ലിയർ റോഡ് മാപ്പ് ഇല്ലാണ്ട് അങ്ങൊരു ബ്ലോക്ക് കാണുന്നുണ്ട് ഫാറായിട്ട്.
അപ്പൊ അതും കൂടി അത് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ള മോളെ വണ്ടി. അതാ പെർഫെക്ഷനിസ്റ്റ് ആണോ സുഹൈമ? ആ, കുറച്ച് അതന്നെ ഇറങ്ങ്, ഫേസ് ഇറ്റ്. എന്തിനാണോ ഫിയറിനെ വെച്ചിട്ട് നിങ്ങൾ ദൂരെ നിൽക്കുന്നത്, അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതേ അതിന്റെ സൊല്യൂഷൻ ഉള്ളൂ. ക്യാ ഹോഗ ദേഖാ ജായേഗ. കല്ലി വല്ലി ധൈര്യത്തിൽ ഇറങ്ങി. പിന്നെ അങ്ങനത്തെ ഒരു ബ്ലോക്കേ ഉണ്ടാവില്ല. അത് നമ്മൾ വെറുതെ ചിന്തിച്ചിട്ടുണ്ടാക്കിയ ബ്ലോക്കാണ്. റെഡി? സോ കമ്മിങ് ബാക്ക്, അണ്ടർസ്റ്റാൻഡ് വൈ യു ആർ പ്രോക്രാസ്റ്റിനേറ്റിംഗ്. ഇതിന്റെ ഉത്തരം എഴുതുക. നിങ്ങൾ എല്ലാവരും ഫട്ടാഫട്ട് എഴുതണം. ഗെറ്റ് സ്റ്റാർട്ടഡ്, പ്രയോറിറ്റൈസ്. കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊന്നിനെ പ്രയോറിറ്റൈസ് ചെയ്യും. റെഡി? ഇനിയാണ് ബ്യൂട്ടിഫുൾ. ഈവൻ റുഷ്ദനോടും ഇപ്പൊ സുഹൈമനോടും ഷെയർ ചെയ്ത എല്ലാവരോടും, തെലീഷ്താനോടും ഷൈമനോടും എല്ലാവരോടും, ഇമാജിൻ യുവർ സെൽഫ്. ഓക്കെ, എല്ലാവരും ക്ലോസ് യുവർ ഐസ്. ഇമാജിൻ യുവർ സെൽഫ് 30 days later with task completed. ഈ നിങ്ങൾ ഇപ്പം സൈക്കിൾ ഓട്ടാൻ ആഗ്രഹിക്കുന്നു, ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നു, വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും ഒന്ന് എൻ്റെ കുക്കൂൺ പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തു വന്നിട്ട് ചെയ്തേ മതിയാവുള്ളൂ എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ചെയ്തതിന്റെ ശേഷം 30 days കഴിഞ്ഞു. ഹൗ വിൽ യു ഫീൽ? എന്നേരണ്ടാന്ന് നിങ്ങളെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് ഫീൽ ചെയ്യണം. നിങ്ങളോട് എല്ലാവരും നല്ലത് പറയുന്നത് യു ഡിഡ് ഇറ്റ്. ആ വാക്കുകൾ അത് ആരാ പറയാം? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പില് അത് ഇട്ടപ്പം അവരെ ആഘോഷിച്ചത് എങ്ങനെയാണ്? എന്തെല്ലാം കമന്റ്സ് വന്നു? പോസിറ്റീവ് കമന്റ്സ്. ആരൊക്കെ മുന്നിൽ വന്നിട്ട് ഷബാഷ് യു ഡിഡ് ഇറ്റ് പറഞ്ഞു? ചിലപ്പോൾ അത് മറ്റുള്ളവർ പറയണമെന്നില്ല, നമ്മളെ മക്കളായിരിക്കും വന്നിട്ട് പറയാം. അവരാണ് ഏറ്റവും സന്തോഷിക്കുന്നത് അമ്മമാർ വിജയിക്കുമ്പോൾ. വന്നിട്ട് പറയുന്നു. അത് നല്ല പോലെ വിഷ്വലൈസ് ചെയ്യുക. ആ ഡോപ്പമിൻ റിലീസ് ചെയ്യട്ടെ. അതാണ് നിങ്ങളെ പവർ. അതാണ് നിങ്ങളുടെ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മേ ബി ആ സന്തോഷത്തിൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം വാങ്ങുന്നു, ഒരു കയ്യിൽ ക്യാഷില്ല ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് കഴിക്കുന്നു. യെസ് ഐ ഡിഡ് ഇറ്റ്. എന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക. വേറെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് കാത്തിരിക്കുക പോലും ചെയ്യണ്ട. യു വിൽ ബി ഡിസപ്പോയിന്റഡ്. The more you expect, the more you would get disappointed. Do not expect anything from anybody. Do it by yourself and appreciate and applaud yourself. That will not. Then you are unstoppable. Then you are unstoppable. If you expect somebody to appreciate you after your achievement, then you will be broken into pieces. Do not wait for that. See your feeling. What do you feel? ഈ ഒരു അച്ചീവ്മെന്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ മനസ്സിലേക്ക് വരിക, അടുത്തത് എനിക്ക് ഇത് ചെയ്യണമെന്ന്. എന്താണ് നിങ്ങളിൽ വന്ന ചേഞ്ചസ് എന്ന് നോട്ടീസ് ചെയ്യും. നിങ്ങളെ കോൺഫിഡൻസ് കൂടി, നിങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി കൂടി മാറി, നിങ്ങൾ കുറച്ചും കൂടി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയി. നിങ്ങൾ തന്നെ ഫീൽ ചെയ്യും ചുറ്റിൽ നിന്നും വാല്യൂസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. പീപ്പിൾ ആർ വാല്യൂയിങ് യു. You're valuing yourself. That is more important than anybody else valuing you. You're valuing yourself. What did you stop doing? ഞാൻ എന്ത് സ്റ്റോപ്പ് ചെയ്തേരാ എനിക്കിത് മുഴുവനും കിട്ടിയത്? എൻ്റെ ടൈം എവിടേക്കോ പോകുന്നുണ്ടായിരുന്നു, എൻ്റെ എനർജി എവിടേക്കോ പോകുന്നുണ്ടായിരുന്നു, എൻ്റെ സന്തോഷങ്ങൾ എവിടെയോ പോകുന്നുണ്ടായിരുന്നു, ഞാൻ ആങ്ഷ്യസ് ആകുന്നുണ്ടായിരുന്നു. ഈവൻ ഞാൻ ടാബ്ലറ്റ്സ് പോലും കഴിക്കേണ്ട ഒരു ഗതികേടിൽ എത്തിപ്പോയി. ചിന്തിച്ചു നോക്കാം. അതിൽ നിന്നൊക്കെയുള്ള മാറ്റങ്ങൾ, അതിൽ നിന്നൊക്കെയുള്ള ഗ്രോത്ത്, നിങ്ങളെ ഗ്രാഫ് നിങ്ങൾ വരക്കുമ്പോൾ വാവ് ഫീൽ ചെയ്യണം. ഓരോ 6 മാസത്തിൽ നിങ്ങളെ ഗ്രാഫ് നോക്കണം. Where am I standing right now? Did I earn a penny more? Did I become more beautiful? Did I become more healthier? Did I start connecting more? Did I set proper boundaries? Check everything.
നിങ്ങളെ സ്റ്റോപ്പ് ചെയ്ത സാധനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നോ? വരുന്നുണ്ടോ? വരുമ്പോഴുള്ള മാറ്റം എന്താണ്? അതിന്റെ സന്തോഷം എന്താണ്? ഹൗ ഡു യു ഫീൽ ഇറ്റ്? ഫീൽ ദാറ്റ്. Feel that. Very much required. Thank God. Thank everyone who was there in your journey, who supported you, who made you what you are. Get back, take your pen and paper, write it down. How did you feel 30 days later with task completed? Write it down. നിങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന 360 ഡിഗ്രി ആംഗിളിലുള്ള മാറ്റം. ശാരീരികം, മാനസികം, വൈകാരികം, സാമ്പത്തികം, സാമൂഹികം. Physically, mentally, emotionally, financially, socially. How do you feel yourself? Write it down. Become bold. Become strong. അത് എഴുതിയതിന് ശേഷം how do you feel? What is your feeling at that time? What changed you? What did you stop doing? എല്ലാം എഴുതുക. Was that procrastination which you stopped? Was that fear of failure, fear of losing, fear of rejection? Or was that anxiousness? ആ ബാറ്റലിൽ നിന്ന് പുറത്തു വന്നപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് എന്താണ്? നമ്മളിൽ വന്ന കരുത്ത് എന്താണ്? ധൈര്യം എന്താണ്? സന്തോഷം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടുന്ന ആശ്വാസം എന്താണ്? Write it down. Who wants to share now? Quickly. വേഗം. Who wants to share? Quickly. ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ. വേഗം വരും. മാം, ഞാനൊരു കാര്യം പറയാം. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് എന്റെ ക്ലാസ്സിൽ തന്നെ TOT ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് അത്രയും ഭയങ്കര പേടിയാണ്. പബ്ലിക് സ്പീക്കിംഗ് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് പോലും മാമിന്റെ ക്ലാസ്സിൽ ആദ്യം ജോയിൻ ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ട് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ടോസ്റ്റ് മാസ്റ്ററിന് പോകുന്ന സമയത്തും ഈ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, ഇങ്ങനെ ഫ്ലയർ ഉണ്ടാക്കുക അങ്ങനത്തെ. പക്ഷെ ഈ സ്പീച്ച് ഞാൻ എപ്പോഴും മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഞാൻ സ്പീച്ച് എടുക്കൂല സ്ലോട്ട്. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് സ്പീച്ചിന്റെ സ്ലോട്ട് കിട്ടാൻ വേണ്ടി വരും. അപ്പൊ ഞാനിങ്ങനെ ഒരിക്കലും ഞാനത് മുന്നോട്ട് പോകില്ല. എന്നെ ആരെങ്കിലും ഫോഴ്സ് ചെയ്താൽ മാത്രമേ ഞാൻ സ്പീച്ച് എടുക്കുള്ളൂ. അപ്പൊ അതെപ്പോഴും വീട്ടിൽ നിന്നാലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്യാണ്ട് ബാക്കി കാര്യങ്ങൾ പെർഫെക്ഷനിസ്റ്റിന്റെ പ്രശ്നങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ചെയ്തിരിക്കും. പക്ഷെ പെർഫെക്ഷനിസം കുറെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഞാൻ മാമിന്റെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം മാറ്റി വെച്ച് എനിക്കത് പഠിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ്. അപ്പൊ അത് ഞാൻ എന്ത് സമയമില്ലെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റി വെച്ച് ഞാൻ പഠിക്കും. പക്ഷെ അതുപോലെ മറ്റേത് എനിക്ക് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരാത്തോണ്ടോ അതുകൊണ്ടോ ഞാൻ അതിനായിട്ട് സമയം മാറ്റി വെക്കുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്നിരിക്കും. അതാണ് ഇപ്പൊ ഞാൻ എപ്പോഴും മാറ്റി വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പർപ്പസ് ഇല്ല. ശരിക്കും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പൊ മാമിന്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ചും കൂടി ആ ഒരു സ്ട്രക്ചർ കിട്ടിയപ്പോ എങ്ങനെ പഠിക്കണം എന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടി. അപ്പൊ ഇപ്പൊ ഒന്നും കൂടി ഒന്ന് ചെയ്യാന്നുണ്ട്. പക്ഷെ എന്നാലും അത് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. So you got the answer? ഇപ്പൊ നമ്മൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആൻസർ കിട്ടിയോ? 30 days later, how do you feel after doing that, even in Toastmaster? അതിപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് അത് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലതാണ് സ്പീക്ക് ചെയ്യുന്നതും അതെല്ലാം ഞാൻ ഇൻവെന്റ് ചെയ്തപ്പോ ഭയങ്കര ഹാപ്പിയും കോൺഫിഡൻസും. വെരി ഗുഡ്. ഇവിടെ ഇട്ട അതേ എഫേർട്ട് അവിടെ ഇടുന്നു. ഇവിടെ രേഷ്മ സമർപ്പിച്ചിരുന്നു രേഷ്മയെ. ബിക്കോസ് വി ബോത്ത് ആർ കണക്റ്റഡ്. അവിടെ അങ്ങനെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ഇല്ലാന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ലേണിംഗ് പ്രോസസ് അവിടെ കണ്ടിന്യൂ ചെയ്തോ. ഗെറ്റിംഗ് ഇറ്റ്? എക്സ്പ്ലോർ.
ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യുന്നു, ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരിൽ നിന്നും, ഞാൻ സത്യം പറയട്ടെ, ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അച്ചീവ്മെന്റ്സ് ഇട്ടാൽ നമ്മളെ അങ്ങനെ തലയിൽ കൊണ്ടു നടക്കും കുറെ ഫ്രണ്ട്സ്, ഓക്കെ. പക്ഷെ അതിനെ നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട് നോക്കിയാൽ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. 5 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലും അത് അതുപോലെ തന്നെ ഉണ്ടാവും. സോ ഡോണ്ട് ഈവൻ എക്സ്പെക്ട് ഫ്രം എനിബഡി, നോട്ട് ഫ്രം യുവർ ഷാഡോ, നോട്ട് ഫ്രം യുവർ ഷാഡോ. ഐ എം ടെല്ലിങ് യു, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ ഒരാളുണ്ടാവും, അതുപോലെ ഒരാളുണ്ടാവും. ഡോണ്ട് ഈവൻ എക്സ്പെക്ട് ദാറ്റ്. വെൻ യു ഡു സംതിങ്, യു അപ്ലോഡ് യുവർ സെൽഫ് ആൻഡ് മൂവ് ഓൺ, മൂവ് ഓൺ, മൂവ് ഓൺ. യു ഡോണ്ട് ഹാവ് ടൈം ടു സ്റ്റോപ്പ് ചെയ്യാൻ സമയമില്ല. അടുത്തത് എന്തെന്നുള്ളത് പ്ലാൻ ചെയ്യ്, അപ്രീഷിയേറ്റ് ചെയ്യ്, സെലിബ്രേറ്റ് ചെയ്യ്. നമ്മളൊരു ചോക്ലേറ്റ് എങ്കിലും തിന്നിട്ട്, എന്താ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കാർഫ് എങ്കിലും വാങ്ങിച്ചിട്ട്, ഐ ഡു ദാറ്റ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യ്, ദെൻ മൂവ് ഓൺ. ക്ലിയർ ആണോ? ആർ യു ഓൾ വിത്ത് മീ? ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഇന്നാൾ എന്നെ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണല്ലോ. അയാൾ കാത്തിരിക്കുന്ന ആ ഒരു സന്ദർഭത്തെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് ഒന്ന് അമർത്താൻ വേണ്ടിയിട്ട്, എന്നാലെങ്കിലും ഇതൊന്ന് അമരട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ ഡോണ്ട് ഈവൻ ഗീവ് ദാറ്റ് ചാൻസ് ടു എനിബഡി ടു സ്റ്റോപ്പ് യു. ക്ലിയർ? ക്ലിയർ ആണോ? യെസ് മാം. മൂവ് ഓൺ. റെഡി. അടുത്തത് നമ്മള് ഹൗ ക്യാൻ ഐ ചേഞ്ച്? ലൈഫ് ലോങ് ഒരു ബ്രേക്കിംഗ്, നമ്മളെ പാറ്റേൺ മനസ്സിലായി. ഏത് കാര്യം പേടിച്ചിട്ടാണ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നുള്ള പാറ്റേൺ നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ മനസ്സിലായി. നമ്മളെപ്പറ്റി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ പാറ്റേൺ ഇതാണ്. ഇപ്പൊ രേഷ്മ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, വെൻ ഷീ ഈസ് എമോഷണലി കണക്റ്റഡ് വിത്ത് വൺ പേഴ്സൺ ഷീ ക്യാൻ ലേൺ. അതാണ് കുട്ടികൾ പറയുമല്ലോ, മാത്സ് ടീച്ചർ ഇഷ്ടമാണ് അതുകൊണ്ട് മാത്സ് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ടീച്ചറെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി നോർമൽ. When we are emotionally connected, then we are ready to take all the challenges there. That is my pattern. എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, how can I change? I need to progress. I need to grow. I cannot stop myself here. I cannot stop myself here. I need to progress. So goal set ചെയ്യാ. നേരത്തെ റുഷ്ദ ചോദിച്ച ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഗോൾ സെറ്റ് ചെയ്യാം. മോളെ, നിനക്ക് ഗോൾ ഉണ്ടാ? കൃത്യമായിട്ട് ഈ ബസ്സിൽ കയറിയാൽ ഞാൻ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് എത്തേണ്ടത്, ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് എത്ര കിലോമീറ്റർ എനിക്ക് നടക്കണം, അല്ലെങ്കിൽ ഓട്ടോ പിടിക്കണം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, എത്ര മണിക്കേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റിട്ടേൺ ഞാൻ വരണം. ഗോൾ ഉണ്ടോ? റോഡ് മാപ്പ് ഉണ്ടോ? എങ്കിൽ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതിനൊരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്യും. നീഡും വാണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വാണ്ടാണെങ്കിൽ ചെയ്താലും സാരി, ചെയ്തിട്ടില്ലെങ്കിൽ സാരിയില്ല. നീഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുത്തി മറിഞ്ഞിട്ടാണെങ്കിൽ പഠിക്കും. ഇനിയിപ്പോൾ എനിക്ക് റുഷ്ദനോട് പറയാനുള്ള മറ്റൊരു പോയിന്റ്, നമ്മളെ കയ്യിൽ പഠിക്കാനായിട്ട് കുറേ സമയമുണ്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തന്നെ മടിയന്മാരാവുക ചെയ്യാം. എൻ്റെ ലൈഫിൽ എൻ്റെ 10th സ്റ്റാൻഡേർഡിൻ്റെ ശേഷം എനിക്ക് പഠിക്കാനായിട്ട് സമയം ഉണ്ടായിട്ടില്ല. ഞാൻ 6 ദിവസം ജോലിക്ക് പോയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് 10ാം ക്ലാസ്സിൻ്റെ ശേഷം. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ ആകെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ആ സമയം ഞാൻ 100% എഫേർട്ട് ഇട്ടിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. ക്ലിയർ? അഭിമാനത്തിൽ പറയും ഞാനത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സ്വന്തം അധ്വാനിച്ച് ജോലി ചെയ്ത് പഠിച്ചിട്ട് ഞാൻ ഇവിടം വരെ എത്തിയതാ. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു അൽമൈറ്റി ആൻഡ് ദ പീപ്പിൾ അറൗണ്ട് മീ ഹു സപ്പോർട്ടഡ് മീ ഫോർ ദാറ്റ്. അപ്പോൾ ആ കുറച്ച് സമയം നമുക്ക് സമയം കയ്യിലുണ്ടാവുള്ളൂ എങ്കിൽ നമ്മൾ ഫുൾ ഫോക്കസ് കൊടുക്കും, അതിനായിട്ട് ഡെറ്റർമൈൻഡ് ആയിരിക്കും. നമുക്കറിയാം ഇത്ര സമയമുള്ള ഇതിൻ്റെ ഇടയിൽ പഠിച്ചിട്ട് ഇത്രയും തീർക്കാനുണ്ട്. വി വിൽ പുട്ട് അവർ എഫേർട്ട് ആൻഡ് വി വിൽ കം ബാക്ക്. നമുക്ക് കുറേ സമയമുണ്ട്, നാളെ നീട്ടി വെക്കാം. സോ ആ സമയത്തെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ക്ലിയർ? ആർ യു ഓൾ വിത്ത് മീ? ആർ വി ഓൾ ഇൻ ദ സെയിം പേജ്? ക്ലിയർ ആണോ? എസ് ആണെങ്കിൽ ഒരു വൈ ടൈപ്പ് ചെയ്താട്ടെ. പാവം വൈനെ ആരും യൂസ് ചെയ്യുന്നില്ല. വേഗം ചാറ്റ് ബോക്സിൽ പോയിട്ട് വൈ ടൈപ്പ് ചെയ്. വേഗം വേഗം വരട്ടെ. വൈ. ഓക്കെ, ഗുഡ്. സ്കിൽസ്, ടൂൾസ്, ഹാബിറ്റ് റിവയറിംഗ് പ്ലസ് ആക്ഷൻ പ്ലാൻ. ഇതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കുള്ള സ്കിൽസ് എന്താണ്,
നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്കിൽസ് എന്താണ്, അതിനെന്തൊക്കെ ടൂൾസ് ഉണ്ട്, എന്തൊക്കെ ആപ്പുകൾ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കയ്യിലുള്ള ടൂൾസ് എന്താണ്, നിങ്ങൾ അതിലേക്ക് ഇപ്പോൾ സൈക്കിൾ റൈഡിങ് വേണോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൽസ് എന്താ ഉള്ളത്, എനിക്ക് നല്ല ഫോക്കസിങ് സ്കില്ലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ടൈം മാനേജ്മെന്റ് സ്കില്ലുണ്ട്, ആ സ്കില്ല് ഉപയോഗിക്കുന്നു. എന്താ ടൂൾ ഉള്ളത്? വീട്ടിലൊരു പഴയ സൈക്കിൾ ഉണ്ട്, ഞാൻ എടുക്കാം, ടൂൾ ഉണ്ട്. ഹാബിറ്റ് റീവയറിങ്, ഹാബിറ്റ് എന്തില്ല, അതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഹാബിറ്റേ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഹാബിറ്റിനുള്ള സമയം കണ്ടെത്തും, അതിനൊരു പ്ലാൻ ഉണ്ടാക്കും, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ക്ലിയർ ആണോ ഷൈമ? റെഡിയാണോ? യെസ് മാം. ഓക്കെ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇങ്ങനെ തുറന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു ഉദാഹരണം വെച്ചിട്ട് തന്നെ എനിക്കും നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാം. റെഡി? പെട്ടെന്ന് എഴുതിയാട്ടെ. നിങ്ങൾക്ക് ഡിസ്കഷനിൽ ബ്രേക്ക്ഔട്ട് റൂം വേണമെന്നുണ്ടെങ്കിൽ BR ഗ്രൂപ്പിൽ ഇട്ടാൽ, ചാറ്റ് ബോക്സിൽ ഇട്ടാൽ അതിലേക്ക് വിടാം. ഡു യു വാണ്ട് ഇറ്റ് ടു ഡു ദിസ്? വേണോ? സോ ദാറ്റ് യു ഗെറ്റ് ദ ഹെൽപ്പ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒന്നും ആൻസർ ചെയ്യേണ്ട. പോ. ഹൗ ക്യാൻ ഐ ചേഞ്ച്? വാട്ട് സ്കിൽസ് ഐ ഹാവ്, അല്ലെങ്കിൽ വാട്ട് സ്കിൽസ് ഐ നീഡ് ടു അക്വയർ ഫോർ ദാറ്റ്? ബൈസൈക്കിൾ റൈഡിങ്ങിന് എനിക്ക് റൈഡിങ് പഠിക്കണം, അതൊരു സ്കിൽ അക്വയർ ചെയ്യാനുള്ളതാ. ടൂൾ ഉണ്ട്, സൈക്കിൾ ഉണ്ട്. ഹാബിറ്റ് റീവയറിങ്ങിന് ഞാൻ തയ്യാറാണ്. എൻ്റെ ടൈമിങ്സ് ഒന്ന് മാറ്റിയിട്ട് രാവിലെ ഒന്ന് അതിനേക്കുള്ള സമയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വീക്കെൻഡിൽ ഞാൻ സമയം കണ്ടുപിടിക്കുക, ഒരു ഹാബിറ്റ് ഞാൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അതിനുള്ള ആക്ഷൻ പ്ലാൻ ഞാൻ ഭൂപേഷ് ഏട്ടനോട് പറയും, എന്നെ ഒന്ന് പ്ലീസ് ഹെൽപ്പ് ചെയ്യോ മോനോട്. ഞാൻ വീഴുമ്പോൾ താങ്ങണ്ടേ. വീണാലും സാരിയില്ല, അതിനുള്ള പ്രിക്കോഷണറി മെത്തേഡ്സ് കുറേ ഉണ്ട്. നമുക്കതിൻ്റെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ദുബൈയിലാണ് നമ്മളുള്ളത്, കിട്ടും. അതൊക്കെ ഇട്ട് കൈ എന്തല്ല കിട്ടണ്ടേ, പാക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് പാക്ക് ചെയ്ത് സേഫ്റ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം യു ലേൺ. ഈവൻ ഐ വാണ്ടഡ് ടു ഡു ദാറ്റ് ഷൈമ, ബീങ് വെരി ഫ്രാങ്ക്. ലെറ്റ് മീ സീ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐ വാസ് ടെല്ലിങ് മിസ് സൈനബ് ആൻഡ് ഇർഫാന. റെഡി? ക്ലിയർ ആണോ? ചില സമയത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. സംടൈംസ് നമ്മള് ചില സമയത്ത് കുറെ കാര്യങ്ങള് ഒറ്റൊന്ന് ചില സമയത്ത് നമ്മള് വിചാരിക്കുമല്ലോ, ഐ ഹാഡ് ദിസ് തിങ് ലൈക്ക് ഐ നീഡ് എ ബ്രേക്ക്, ഐ ഹാവ് ബീൻ ഡൂയിങ്, ഐ ഡിസേർവ് എ ബ്രേക്ക്. ആ ഡിസേർവ് എ ബ്രേക്ക് വെറുതെ ഒരു നമ്മൾ കുറച്ചായിരിക്കും വിചാരിച്ചിട്ടുണ്ട്, അത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം അയ്യോ ഞാൻ ഇപ്പൊ എന്താണ് ചെയ്യുക, പിന്നെ അത് ഗിൽട്ടായി. അതായത് ഷോ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഞാൻ അതൊന്നും ചെയ്യാത്ത. ദാറ്റ്സ് അനദർ തിങ്. നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. പരിഹാരം, യെസ് ഗോട്ട് ഇറ്റ്. അതിനുള്ള പരിഹാരം നിങ്ങൾ പറ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പറ. എന്റെ ലെക്ചർ കുറെ ദിവസമായിട്ട് പറഞ്ഞല്ലോ, ഈ ടൈം ലിമിറ്റ് വെക്കാത്തതിന്റെ പ്രശ്നമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്ര ടൈം മാത്രമേ ഞങ്ങൾ ബ്രേക്ക് എടുക്കുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചിട്ട് യു ഡിസൈഡ് ഓഫ് ലൈക്ക് ബിഫോർ യു ടേക്ക് ദ ബ്രേക്ക്. സോ ആ ഒരു ടൈം കഴിയുമ്പോൾ യു ആർ ഓൾറെഡി ലൈക്ക് അവെയർ, ഓക്കെ എന്റെ ടൈം കഴിഞ്ഞു, ബ്രേക്ക് ടൈം കഴിഞ്ഞു, ഇറ്റ്സ് ബാക്ക് ടൈം ടു ഗെറ്റ് ബാക്ക് ടു ദ വാട്ട് ഐ വാസ് സപ്പോസ് ടു ബി ഡൂയിങ്. സോ ആ ഒരു ടൈം ഉണ്ടാവും, ആ ലേസിനെസ് കൂടുതൽ ടൈം പോവില്ല. ആൻഡ് യു നോ ഓൾ ദാറ്റ് വാട്ട് എവർ ആ ഒരു ബ്രേക്കിൽ ചെയ്യാനുള്ളത് മാത്രം ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ബാക്ക്. എക്സലന്റ്. ടൈം ലൈൻ എല്ലാത്തിനും സമയമുണ്ട് ദാസ. സമയം നോട്ട് ചെയ്യുക, സമയത്തിനനുസരിച്ച്. വെൻ ബോഡി ഈസ് ഡിമാൻഡിങ് ഫോർ എ ബ്രേക്ക്, ജസ്റ്റ് ടേക്ക് ദ ബ്രേക്ക്, എൻജോയ് ഇറ്റ് 100%. യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ഗിൽട്ട്. പക്ഷെ ആ ടൈം വെക്കുക. ഓ ഇന്ന് ഫുൾ ഡേ സൺഡേ ഞാൻ ഹോളിഡേ എടുക്കുന്നു. സോ വാട്ട് കിസ്കാ ബാപ് കാ ക്യാ ചാഹത്തെ ഹൈ? Just take it, relax. Monday onwards, back to route. Ready? Clear ആണോ? ഹിബ? Yes ma'am. Got it. Got it. Ready? അപ്പൊ നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാം. സ്കില്ലും ഇതൊക്കെ എല്ലാവരും എഴുതിയോ? അത് നിർബന്ധമാണ്, സെഷനിൽ തന്നെ എഴുതണം. എഴുതിയോ? എന്തൊക്കെ സ്കിൽസ് വേണം, എന്താണ് നിങ്ങൾ ഹാബിറ്റ് റീവയറിങ് ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസ് നിങ്ങൾക്കുണ്ട്, എന്ത് ആക്ഷൻ പ്ലാൻ നിങ്ങൾ എടുക്കും. ആർ യു റെഡി വിത്ത് ദാറ്റ്? ദാറ്റ്സ് ഹൗ വി ആർ ഗോയിങ് ടു ബീറ്റ് അവർ പ്രൊക്രാസ്റ്റിനേഷൻ. യാ? യെസ്? ബോലോ. റിപ്പീറ്റ്. എന്താണ് സ്കിൽ? സ്കിൽ, ടൂൾ, ഹാബിറ്റ് റീവയറിങ് പ്ലസ് ആക്ഷൻ പ്ലാൻ. ഓക്കെ, അത് ഗോളിന്റെ സാധനമാണല്ലേ പറയണേ? യെസ് യെസ് യെസ്.
ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം, ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം വിത്ത് സെറ്റിംഗ് എ ഗോൾ. ഓക്കെ, ഒന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഏ ഒന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? പ്രോക്രാസ്റ്റിനേഷൻ Procrastination അല്ല, ഈ സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഏതില്ലെങ്കിൽ ഇല്ല, പ്രോക്രാസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ എന്താ? if പ്രോക്രാസ്റ്റിനേഷൻ you don't have procrastination, I am a ഒക്കെ person I don't have. വരുന്നിടത്ത് വെച്ച് കാണാമല്ലേ സ്റ്റാർട്ടോ? Procrastination ഉണ്ടെങ്കിലല്ലേ അതിന് പ്രശ്നമുണ്ട്. You learn to help others, Naji. If you don't have procrastination, it is very good. Alhamdulillah, I don't have it. But I might get into a client who is coming to you. Your patient is coming and telling, doctor, I always procrastinate. Give her the medicine for that. Along with that, teach her how to do this. So that you can bring 100% result in your patient, inshallah. Ready? റെഡി. നമുക്കൊരു എനർജൈസർ ചെയ്യാൻ എല്ലാവരും റെഡി ആക്കണേ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യൂ. ആക്ഷൻ ഓർ അവോയ്ഡ് ആണ് എനർജൈസർ. ചെയ്യുന്ന പണികൾ ഉണ്ടെങ്കിൽ ആക്ഷൻ ലൗഡായിട്ട് എല്ലാവരും പറയണം. അവോയ്ഡിന്റെ പണിയാണെങ്കിൽ അവോയ്ഡ് എന്ന് പറയണം. യു ഹാവ് ടു പേ 100% അറ്റൻഷൻ ടു മീ. റെഡി? റെഡി? നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ എന്ന് പറയണം. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണെങ്കിൽ അവോയ്ഡ് എന്ന് പറയണം. ക്ലിയർ? ഓക്കെ. ഞാൻ തീരുമാനിച്ച പ്രോക്രാസ്റ്റിനേഷനിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു 4 മണിക്കൂറെങ്കിലും ഡെയിലി ചെലവാക്കണം. I wanted to talk to all my family members every day. Avoid. Why it is selfish? It depends. See, if it's like limited, കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ മിണ്ടാണെങ്കിൽ then we have time. But if you're like full family members, not every day if you're talking, that takes a lot of time and energy. Then you don't have time and energy for anything else. Exactly correct. ആ സെന്റൻസ് ശരിക്കും ശ്രദ്ധിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. We need to be connected with everyone, but make sure how much time we are spending on that. Okay? Okay? Ready? I wanted to give me time. Action. I wanted to give me 5 hours every day. Avoid. I wanted to learn something new. Action. I wanted to travel once in a year for 3 days. Action. I wanted to fight with all the people to correct them. Avoid. Clear ano? Yes. Good girls. Okay. Alhamdulillah. Go to the breakout room. എന്താണ് നിങ്ങളുടെ ഡിസിഷൻ? എന്താണ് നിങ്ങൾ ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്? ഒരു ഗോള് കൃത്യമായിട്ട് കണക്ട് ചെയ്യുക. പുതിയൊരു ഗോൾ ഉണ്ടാക്കുക. ഗോൾ ഉണ്ടാക്കിയിട്ട് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സാധനത്തെ ഞാൻ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യാനുള്ള എൻ്റെ സ്റ്റെപ്സ് ഇന്നതൊക്കെയാണ്. അതിന് എമോഷണലി ഞാൻ ഇത്ര പവർഫുൾ ആവും. ഇന്ന സ്കിൽസിനെ അക്വയർ ചെയ്യും. എൻ്റെ ഹാബിറ്റിനെ ഇങ്ങനെ മാറ്റും. എൻ്റെ ടൈം മാനേജ്മെന്റ് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഞാനൊരു ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്യും. യു ഗോ ടു ദ ബ്രേക്ക്ഔട്ട് റൂം, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ക്രിയേറ്റ് ദാറ്റ് ആൻഡ് കം ബാക്ക്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും സ്റ്റോപ്പ് ചെയ്ത ഒരു സാധനത്തെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓപ്പണിംഗ് ദ റൂംസ്, ഗോ ടു ദ സെയിം റൂംസ് ഫാസ്റ്റ്. ഇതിന്റെ പ്രോഗ്രസ് ഡേ ബൈ ഡേ അറിയിക്കണേ. Yeah, please tell me. How did you feel after going to the breakout room? Was that helpful? Yes, ma'am. What did you say? ഒന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് മറ്റുള്ളവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോഴേ നമുക്കൊരു കമ്പാനിയനെ കിട്ടിയ പോലെ നമുക്കത് എന്താ ചെയ്യാൻ, നമുക്കത് മറക്കാനുള്ള ഒരാളെയും കൂടെ കിട്ടി. അപ്പൊ ഒരുമിച്ച് കോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം ഉണ്ടാവില്ല. അതായത് നമ്മൾ പറയുന്നത് അവർക്ക് എന്താണ് ഫെസ്റ്റിവൽ രാഷ്ട്രീയ നാഷണൽ ഫ്രീഡം. റെഡി? എന്തായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നേ? Are we stuck?
ആ കരാട്ടെ. യെസ്, കരാട്ടെ ചോപ്പ് അതാ ഗുണം ചെയ്യാൻ അല്ലേ? റുഷ്ദ, മോൾക്ക് യൂസ്ഫുൾ ആയോ? ഓക്കെ, റെഡി. ലെറ്റ് സ്റ്റാർട്ട്. കരാട്ടെ ചോപ്പ് എടുക്കാം. ഈവൻ ദോ I feel so overwhelmed by my task, I choose calm and clarity. Even though I have been procrastinating every now and then, ഓരോ പ്രാവശ്യം ഞാൻ procrastinate ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ചെയ്യണ്ട. എനിക്ക് എൻ്റെ കഴിവുകളെ അറിയാം, കഴിവ് കേടുകളെയും അറിയാം. എനിക്കിനി മുന്നോട്ട് വന്നേ മതിയാവുള്ളൂ. ഈ ഒരു പ്രോസസ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തേ മതിയാവുള്ളൂ. സോ ഐ ലവ് ആൻഡ് സപ്പോർട്ട് മൈസെൽഫ്. I love and support myself. I love and accept myself. I love and accept myself. എൻ്റെ പോരായ്മകൾ ഞാൻ മനസ്സിലാക്കുന്നു, എന്നാലും ഞാൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ തിരുത്താനും എൻ്റെ പ്രോക്രാസ്റ്റിനേഷൻ നിർത്താനും തീരുമാനിക്കുന്നു. ഓ ഗോഡ്, മേക്ക് മീ ഈസി. മേക്ക് ദിസ് ടാസ്ക് ഈസി ഫോർ മീ. ഈ പ്രാവശ്യം ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യൂല. എനിക്കിതിൽ റിസൾട്ട് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ ഒരു ഡേറ്റ് കാണുക, നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്ന ടാസ്ക് കാണുക, അത് അച്ചീവ് ചെയ്തിരിക്കും. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത് കാണുക. തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തടി കുറച്ചതിൻ്റെ ശേഷമുള്ള ഫോട്ടോസ് എങ്ങനെ ഉണ്ടാവും? ഒരു കല്യാണത്തിന് പോയാൽ, ഒരു ഫംഗ്ഷന് പോയാൽ, ഒരു ഗെറ്റ് ടുഗെദറിന് പോയാൽ ഹൗ വുഡ് ഐ ലുക്ക്? ഞാൻ എന്തിൽ നിന്നൊക്കെ എൻ്റെ ഓപ്പർച്യൂണിറ്റീസിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നല്ലോ, അതൊക്കെ എനിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. അതൊക്കെ എനിക്ക് വേണം. I wanted to feel confident. I wanted to feel happy. I wanted to accomplish my task. എല്ലാത്തിലും ജോയിൻ ചെയ്തിട്ട് എല്ലാത്തിലും അതിനിങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ സമയത്തെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പരാജിതയിൽ എനിക്ക് പെടേണ്ടതില്ല. I don't want to be a failure person. I wanted to grab the opportunity. I wanted to prove my skills. I wanted to show that I can do it. Yes, I can do that. വിശ്വസിക്കുന്ന നമുക്കൊക്കെ അറിയാം സമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അപ്പം കൃത്യമായിട്ട് ഞാൻ എൻ്റെ സമയം ഉപയോഗപ്പെടുത്തും. I will have a timetable from today onwards. I'll set a timetable for me. I totally, completely love and accept myself. I totally, completely love and accept myself. I choose calm. I choose peace. I choose goals. Yes, I will achieve it. God is with me. Yes, I will achieve it. God is blessing me. Thank you, God. Thank you. Thank you, God. Thank you. Take a deep breath in. Hold it for a moment. Slowly exhale. Take a deep breath in. Hold it for a moment. Slowly exhale. പുഞ്ചിരിയോടുകൂടി അവനവനെ പരിപൂർണമായും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്നേഹത്തോടുകൂടി യെസ്, ഐ വിൽ അച്ചീവ് ഇറ്റ്. ഐ എം ഓവർകമ്മിങ് മൈ പ്രൊക്രാസ്റ്റിനേഷൻ ഫ്രം നൗ എന്ന് തീരുമാനിച്ചുകൊണ്ട്, ഡിസൈഡ് ചെയ്തുകൊണ്ട്, ആ വിൽ പവറിനെ മസ്ബൂത്താക്കിക്കൊണ്ട്, സ്ട്രോങ് ആക്കിക്കൊണ്ട് നന്ദിയോടുകൂടി കണ്ണുകൾ തുറക്കുക. ഹാവ് എ സ്മൈൽ. Set your goal. Start working on it. Action proofs. Ready? Wishing you all the best. Next week, and we are going to learn about handling negative thoughts. Please don't miss it at any cost. It's going to be very useful, and the techniques are totally different from whatever you have learned all these years. It's a very, very, very interesting topic. So don't miss it. Next week we will meet. Till then, bye-bye. See ya. Waiting for the feedback immediately in the group. Chalo, bye. Take care. Assalamu Thank you, alaikum. ma'am. Thank you, ma'am.